വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചന്റെ രാജി സംഘടനാപരമായ കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജില്ലയിൽ പല പ്രശ്നങ്ങളും ഉയർന്നു വന്നപ്പോൾ പാർട്ടി ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിലാണ് രാജി. പാർട്ടി ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നു. ആ വിഷയത്തിൽ അദ്ദേഹം അതിൻ്റെ ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പോൾ പാർട്ടി അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, വയനാട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉള്ള സംഘടനാ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ചെറുതായിട്ടൊന്നുമല്ല വലച്ചത്. അതിൽ ഇപ്പോൾ ഒരു നടപടി എന്ന നിലയിൽ ഇതിനെ കാണേണ്ടതുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രാദേശിക വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ മുള്ളംകുളിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ സമാജത്തിൽ എത്തിയിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇതിപ്പോൾ DCC അധ്യക്ഷൻ രാജിവെക്കുന്നു. അതിന് പിന്നിൽ കൃത്യമായി AICCയുടെ ഒക്കെ തന്നെ ഇടപെടലുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, സുജിത്ത്? പ്രജിൻ, ശക്തമായ വിഭാഗീയത, NM വിജയന്റെ ആത്മഹത്യ, അതേ തുടർന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, നടപടികൾ, അത്തരം കാര്യങ്ങൾ. അതിനുശേഷമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം മുള്ളംകൊല്ലിയിൽ ഗുരുതരമായ രീതിയിലുള്ള സംഘടനാ പ്രശ്നം. ആ സംഘടനാ പ്രശ്നത്തിന്റെ ഭാഗമായി വാർഡ് പ്രസിഡന്റിനെ അന്യായമായി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുകയും ചെയ്ത അനുഭവം. അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ജോസ് നെല്ലേടം എന്നു പേരുള്ള മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകൻ കൂടിയായ അദ്ദേഹത്തിന്റെ ആത്മഹത്യ, വാർഡ് അംഗം കൂടിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള സംഭവവികാസങ്ങളെല്ലാം തന്നെ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം മാറിയ ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ നിൽക്കുന്ന സ്ഥിതിയിലാണ് കഴിഞ്ഞ ദിവസം AICC തന്നെ നേരിട്ട് എത്തിയ AICC സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ഇവിടേക്ക് എത്തുകയും കൃത്യമായ രീതിയിൽ തന്നെ നേതാക്കൾക്ക് താക്കീത് നൽകുകയും ചെയ്തത്. ഇതിന്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ ഈ ND അപ്പച്ചന്റെ രാജി എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ND അപ്പച്ചനുമായി വിശദമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ ആഗ്രഹിക്കുമ്പോഴേ താൻ ഒഴിയുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം താൻ ഏത് സമയത്തും രാജിവെക്കാൻ സന്നദ്ധനാണ് എന്നുള്ളതും അന്ന് പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെ വേണം കരുതാൻ. ഇത്തരത്തിൽ മാത്രമല്ല, ഇത് രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് വയനാട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്ന പ്രദേശം, അതോടൊപ്പം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം. അതുകൊണ്ട് തന്നെ AICC നേതൃത്വത്തിന് കൃത്യമായ രീതിയിലുള്ള നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അതിന്റെ തുടർച്ചയായി VD സതീശൻ പറയുന്നത് സംഘടനാപരമായ കാര്യമാണ് എന്നാണ്. എന്തായാലും പാർട്ടി കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് VD സതീശൻ നൽകിയ പ്രതികരണം. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.